സതീശൻ രാജിവെക്കും, രാഹുൽ പറവൂരിൽ മത്സരിക്കും. പ്രിയമുള്ളവരെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുവാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കെ വളരെ നാടകീയമായ കാര്യങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത്. വി.ഡി. സതീശൻ രാജിവെക്കുവാനുള്ള ഒരുക്കത്തിലാണ്. കാരണം നമുക്കറിയാം, പിണറായി വിജയന് തുടർഭരണം എങ്ങനെയെങ്കിലും ഒരുക്കി 2000 കോടി രൂപ കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇദ്ദേഹം ആരംഭിച്ച ആ ക്യാമ്പയിനെ കുറിച്ച് നമ്മൾ 300 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. 2016 ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം നഷ്ടപ്പെടുത്തിയ, 2021 പിണറായിക്ക് തുടർഭരണം ഉണ്ടാക്കി കൊടുത്ത, അതുപോലെ 2026 തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടത്തില്ല എന്നുറപ്പായ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും പിണറായിക്ക് തുടർഭരണം ഉറപ്പാക്കി പ്രതിപക്ഷ സ്ഥാനത്ത് പഴയതുപോലെ ഇരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ വി.ഡി. സതീശൻ നടത്തിയ സകല നാടകങ്ങളും ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുകയാണ്. അതുപോലെ കോൺഗ്രസ് നേതൃത്വത്തിനും ഈ വി.ഡി. സതീശൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന ആ സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വി.ഡി. സതീശൻ ഇതിനുവേണ്ടി നടത്തിക്കൊണ്ടുവന്നിരുന്ന, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇദ്ദേഹം നടത്തിക്കൊണ്ടുവന്നിരുന്ന ആ PR ക്യാമ്പയിനുകൾ 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കേരളം സമാനതകളില്ലാത്ത കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു PR ക്യാമ്പയിൻ നമ്മളാരും കണ്ടിട്ടില്ല. കാരണം സാധാരണഗതിയിൽ ഒരു നേതാവിന് ഇത്രയും കോടികൾ അഫോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നരാധമൻ വർഷങ്ങൾ കൊണ്ട്, കഴിഞ്ഞ 5 വർഷമായി പിണറായിയുടെ കൂടെ നിന്ന് തട്ടിപ്പുകൾ നടത്തി, ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയും സുഡാപ്പികൾക്ക് വേണ്ടിയും ഏജന്റ് കളിച്ച് നിന്ന് അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ പിണറായി വിജയനുമായി പങ്കുവെച്ച് അവരുടെ ആ ആവശ്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഇയാൾ പരിധിയില്ലാത്ത പണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിണറായി വിജയൻ നടത്തിയ സകല തീവട്ടിക്കൊള്ളകളുടെയും 50% ഇയാളിലേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ കാർത്തികേയന്റെ കൂടെ നിന്നുണ്ടാക്കിയ ആ പണം മുതൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം കൈയാളുന്ന, വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപമുള്ള നേതാവാരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും, നെട്ടൂരിലെ ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ വി.ഡി. സതീശൻ എന്ന്. ആ വി.ഡി. സതീശൻ കേരളത്തിലെ സകല മാധ്യമങ്ങളെയും വിലക്കെടുത്ത്, സകല അന്തിച്ചർച്ചക്കാരെയും വിലക്കെടുത്ത്, നമ്മൾ വിശ്വാസ്യതയുള്ള മാധ്യമങ്ങൾ എന്ന് കരുതിയ ഏഷ്യനെറ്റിനെ അടക്കം, ഏഷ്യനെറ്റിലെ പ്രധാനപ്പെട്ട അവതാരകരായ വിനോബി ജോണിനെ അടക്കം വിലക്കെടുത്ത്, കൊച്ചിയിലെ കേസില വക്കീലിനെ വിലക്കെടുത്ത്, അന്തിച്ചർച്ചക്കാരെ വിലക്കെടുത്ത്, ഏതാനും മാസങ്ങളായി ഒരു ചാണക്യനാണ്, കുശാഗ്ര ബുദ്ധിക്കാരനാണ്, കേരളം കാത്തിരിക്കുന്ന കൺമണിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പഴയ കുടില ബുദ്ധിക്കാരനെ, നെട്ടൂരിലെ മണി ചെയിൻ തട്ടിപ്പുകാരനെ ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതെല്ലാം പൊട്ടിയിരിക്കുകയാണ്. ഇവന്മാർ ഊതി വീർപ്പിച്ചു കൊണ്ടുവന്ന ആ ബലൂൺ, ഐറ്റ് ന്യൂസ് ആരംഭിച്ച മിഷൻ 250 എന്ന ക്യാമ്പയിനിലൂടെ നമ്മൾ അതിനെ സൂചി കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഒന്നോർത്ത് നോക്കുക, കഴിഞ്ഞ 25 വർഷമായി ഈ കേരളത്തിൽ സാമാജികനായിരുന്ന ഈ വി.ഡി. സതീശന് ഈ പൊതുജനങ്ങൾക്ക്, അല്ലെ പറവൂരിലെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ, ശ്രദ്ധേയമായ ഒരു കാര്യം ചെയ്തത് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമോ? നിങ്ങൾ വിസ്മയം കാണും. അതുവരും ഇതുവരും എന്ന് പറഞ്ഞ് യൂട്യൂബർമാർക്ക് പേയ്മെന്റ് കൊടുത്ത് വലിയ ഐഡിയയുള്ള, വിഷനുള്ള ഒരു നേതാവായി ചിത്രീകരിച്ച ഇദ്ദേഹത്തിന് കഴിഞ്ഞ 25 വർഷം ഇവിടെ എന്ത് ചെയ്യുവാൻ സാധിച്ചു? ഇനി ഏതാനും മണിക്കൂറുകളെ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾ പരമാവധി ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഈ യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ. കാരണം അവർ ഈ വിവരങ്ങൾ അറിയുവാൻ ആശ്രയിക്കുന്ന മാധ്യമങ്ങൾ മുഴുവൻ ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഈ കുടില ബുദ്ധിക്കാരൻ വിലക്കെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ പൊതുജനങ്ങളുടെ ഒരു ആഗ്രഹം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവണം എന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ, പ്രിന്റ്, വിഷ്വൽ, ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ ഒരു ന്യൂസ് ഷെല്ലിംഗ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ എല്ലാം ഉദ്ദേശം വി.ഡി. സതീശൻ എങ്ങനെയെങ്കിലും ആ സ്ഥാനത്തെത്തിക്കുക എന്നതാണ്. വി.ഡി. സതീശൻ
രാജിവെക്കുവാനുള്ള സാധ്യത പക്ഷേ ഇപ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പിണറായി വിജയന് തുടർഭരണം ഒരുക്കുവാൻ ഒരു രഹസ്യധാരണയുണ്ടാക്കി പണമിടപാട് ഉറപ്പിച്ച് ഇദ്ദേഹം നടത്തിയ ക്യാമ്പയിനായിരുന്നു ഇത് എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, ഷാഫി പറമ്പിലിനെ ആക്രമിച്ച ആ ദിവസം രാത്രി തന്നെ, അതിനു മുമ്പ് വളരെ നിർണായകമായ ആ സമയങ്ങളിൽ ഈ വി ഡി സതീശൻ നടത്തിയ ദുബായ് സന്ദർശനത്തെക്കുറിച്ച് i2 ന്യൂസ് തന്നെ വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഈ അച്ചാരത്തിന്റെ ആദ്യ അഡ്വാൻസ് വാങ്ങുവാൻ വേണ്ടിയാണ് അയാൾ അന്ന് പോയത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. 300 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. വി ഡി സതീശന് കൃത്യമായ സൂചന കിട്ടി, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കും. അപ്രകാരം UDF വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ഉന്നയിക്കരുത് എന്ന് കൃത്യമായി ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധി അടക്കം ഈ വി ഡി സതീശനോട് പറഞ്ഞിരുന്നു. കാരണം അവർക്കറിയാം, ഈ വി ഡി സതീശന് അതിൻ്റെതായ ഒരു പക്വതയില്ല. ഇദ്ദേഹം ഒരു സോളോ പെർഫോമറാണ്. വി ഡി സതീശനെ സംബന്ധിച്ച് നമുക്കറിയാം, നന്നായി സംസാരിക്കും, വളരെ ആരെയും കയ്യിലെടുക്കുവാനുള്ള ആ വാക്ചാതുര്യം ഉണ്ട് എങ്കിൽ പോലും ഇദ്ദേഹം ഒരു ടീം പ്ലെയർ അല്ല, ഒരു ലീഡറല്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ 2016 കണ്ടതാണ്. ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയ തരത്തിൽ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെ ചിഹ്നം വിളിച്ച് നടന്ന ഇദ്ദേഹത്തിന്റെ പ്രസംഗമായിരുന്നു 2016 ആദ്യ പിണറായി സർക്കാരിനുള്ള ആ വഴി വെട്ടിക്കൊടുത്തത്. അപ്രകാരം നിർണായകമായ സാഹചര്യങ്ങളിൽ ഈ പാർട്ടിയെ എന്നും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള, പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ആ വി ഡി സതീശൻ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എടുത്ത് അലക്കിയത് പിണറായി വിജയന് വേണ്ടിയായിരുന്നു എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഒരു പിതാവെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീ സംരക്ഷകൻ എന്ന നിലയ്ക്ക് ഇദ്ദേഹം അപ്രകാരം ഒരു നടപടിയെടുത്തത് അതിനുവേണ്ടിയാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിച്ചെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ആ ഉപജാപക കഥകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാർക്ക് ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കി നൽകി അവർ ഇപ്രകാരം ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ വി ഡി സതീശൻ അത് ഏറ്റെടുത്ത് രാഹുലിനെ പുറത്തു നിർത്തി. പിന്നീട് നമുക്കറിയാം, കഴിഞ്ഞ 6 മാസം തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ 6 മാസക്കാലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ആ വിഷയത്തിൽ ഈ വി ഡി സതീശൻ എടുത്ത അഡമന്റ് ആയിട്ടുള്ള ആ നിലപാടാണ് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത്. പക്ഷേ ഈ രാഹുൽ ആരാണെന്നും അദ്ദേഹം വേട്ടയാടപ്പെടുകയാണ് എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടായത് കൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടമുണ്ടായതും ജനങ്ങൾ UDFനെ സഹായിച്ചതും പിണറായി വിജയൻ എന്ന് പറയുന്ന വേട്ടക്കാരനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടുമാണ് തക്കതായ മറുപടി നൽകിയത്. ഇനി വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓർക്കുക, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു വലിയ 100ൽ പരം ഒരു ഭൂരിപക്ഷമൊന്നുമല്ല. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ കഴിഞ്ഞ 10 കൊല്ലം പിണറായി സർക്കാർ ഈ കേരളത്തിൽ ചെയ്ത ദ്രോഹങ്ങൾ കണക്കിൽ വെക്കുമ്പോൾ UDFന് കുറഞ്ഞതൊരു 125, 130 വോട്ട് വരെ കിട്ടുവാനുള്ള ഒരു വലിയൊരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി അത്രത്തോളം കേരളത്തെ ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കി, അത്രത്തോളം വലിയ ഒരു ആന്റി ഇൻക്യുബൻസി ഫാക്ടർ അതിൻ്റെ പീക്കിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ ഡൈല്യൂട്ട് ചെയ്തത് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ നരാധവൻ ഒരുക്കി കൊടുത്ത ഈ രാഹുൽ വിഷയമായിരുന്നു. ആ രാഹുൽ വിഷയം എടുത്ത് ചർച്ച ചെയ്തതോടെ കേരളത്തിലെ സുപ്രധാനമായ പല വിഷയങ്ങളും അതിനകത്ത് മുങ്ങിത്താണ് പോയി. ഈ ഭരണകൂട വിരുദ്ധ വികാരം അലിഞ്ഞു. ശബരിമല കൊള്ളക്കേസ് ആയിരക്കണക്കിന് തട്ടിപ്പുകളിൽ ഒന്ന് മാത്രമായി. ഇവിടുത്തെ അഴിമതിയെക്കുറിച്ചോ ഭരണകൂട തകർച്ചയെക്കുറിച്ചോ ഇവന്മാരുടെ തീവട്ടി കൊള്ളകളെക്കുറിച്ചോ ഒന്നും ഇവിടെ ചർച്ചാ വിഷയമായില്ല. ചർച്ചാ വിഷയമായത് എന്താണ്? രാഹുൽ ഹോട്ടലിലാണോ ഹോം സ്റ്റേയിലാണോ പോയത്, അതാണോ ഇതാണോ? ഇത്തരത്തിലുള്ള അപ്രധാനമായ കാര്യങ്ങളിലേക്ക് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയെ ആകർഷിച്ച് പിണറായി വിജയന് മൂന്നാമതും ഒരു സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, കഴിവുകെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ കഴിവില്ലായ്മയും അന്നെടുത്ത ആ നിലപാടും കൊണ്ടാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ അവസാന നിമിഷമെങ്കിലും അവർ അത് തിരിച്ച് അറിഞ്ഞു എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. കാരണം മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാഹുൽ ഗാന്ധി പരസ്യമായി വന്നിവിടെ പറഞ്ഞു, കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ സഹായിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്, പക്ഷേ ചിലർ വളരെ റെഡിക്കുലസ് ആയി സോളോ പെർഫോമൻസ് നടത്തുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു സംഘനൃത്തമാണ്. ആ സംഘനൃത്തത്തിന് ഇവിടെ പ്രാധാന്യമുള്ളൂ. സോളോ പെർഫോമേഴ്സ്
ദയവായി അടങ്ങുക എന്ന് അദ്ദേഹം പരസ്യമായി ശാസിച്ചപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ ഇദ്ദേഹം ഈ PR ക്യാമ്പയിനുകൾ തുടരുകയായിരുന്നു. കയ്യും കണക്കുമില്ലാത്ത കോടികളാണ് ഇദ്ദേഹത്തിന്റെ PR ക്യാമ്പയിന് വേണ്ടി ഇവിടെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അനാരോഗ്യ മത്സരം ഇവിടെ ഉണ്ടാക്കി. കോൺഗ്രസ് നേതാക്കന്മാർ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടിയാണ് എന്ന ഇടതുപക്ഷ ഹാൻഡിലിംഗിൽ ഉണ്ടാക്കിയ ആ നറേറ്റീവിനെ ശരിവെക്കുന്ന രീതിയിൽ VD സതീശൻ അതിനെ നയിച്ചു. സ്വാഭാവികമായും VD സതീശൻ ഇപ്രകാരം ചെയ്യുമ്പോൾ ഒരു അനാരോഗ്യ മത്സരങ്ങൾ ഇവിടെ ഉണ്ടാകും. അതിനെല്ലാം വഴിമരുന്നിട്ടത് ഈ VD സതീശൻ എന്ന ഈ സോഷ്യോപാത്താണെന്ന തിരിച്ചറിവ് കേന്ദ്ര നേതൃത്വത്തിനുണ്ടായി. അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഈ VD സതീശന്റെ PR ടീമുകൾ പറയുന്നത് VD ആകണം, VD നയിച്ചു എന്ന് പറയുന്നു. എന്ത് നയിച്ചു? കേരളത്തിലെ ജനങ്ങൾ, പതിനായിരക്കണക്കിന് ജനങ്ങൾ ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ ചോദിച്ചു, ഈ VD സതീശൻ എന്ത് ചെയ്തു? ഈ 25 വർഷം ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ചെയ്ത ഒരൊറ്റ നേട്ടങ്ങളെങ്കിലും പറയുവാൻ സാധിക്കുമോ? മിടുക്കന്മാരായ പല നേതാക്കന്മാരെയും, കോൺഗ്രസിലെ നേതാക്കന്മാരെയും ഒതുക്കിയ എത്രയോ നേതാക്കന്മാർ, അജയ് തറയിൽ, KP ധനപാലൻ, പ്രൊഫസർ KV തോമസ്, DCC ഉണ്ടാക്കിയ ആ ബിൽഡിംഗ് ഉണ്ടാക്കിയ നമ്മുടെ VJ പൗലോസ്, അതുപോലെ തന്നെ MLA ആയിരുന്ന ചന്ദ്രശേഖരൻ, PT ജോയി MLA, PC ചാക്കോ, ആ പ്രതിഭാധനനായ ആ മുതിർന്ന നേതാവ് PC ചാക്കോ, N വേണുഗോപാൽ, അതുപോലെ പ്രഗത്ഭരായ വനിതാ നേതാക്കന്മാരെ ഒതുക്കിയ വത്സല പ്രസന്നകുമാർ, സിമി റോസ്ബൽ ജോൺ, വിജയലക്ഷ്മി ടീച്ചർ, ലാലി വിൻസെന്റിനെയൊക്കെ പോലെയുള്ള എത്രയോ മിടുക്കുകളായ നേതാക്കന്മാരെ ഇയാൾ ഒതുക്കി. അങ്ങനെ ഈ പ്രസ്ഥാനത്തിലെ നല്ല നേതാക്കന്മാരെ ഒതുക്കി. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ യുവനേതാക്കന്മാരെ ചേർത്ത് നിർത്തി അവരെ മുൻനിരയിലിറക്കി ഇവർ വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഈ വിജയമായിരിക്കില്ല UDF തേടി എത്തുമായിരുന്നത്. ഇതിൻ്റെ എല്ലാം മൂലകാരണം ഈ സതീശൻ എന്ന് പറയുന്ന ആ സോളോ പെർഫോമറുടെ, ആ സോഷ്യോപാത്തിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അന്നേരം അതുകൊണ്ട് തന്നെ UDF അധികാരത്തിൽ വന്നാൽ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത 0% ആണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ആ വിവരം. അതുപോലെ തന്നെ ഇദ്ദേഹം ക്രെഡിറ്റ് മുഴുവൻ ടീം UDF എന്ന് പറയുമ്പോൾ ആ ടീം UDFിലുള്ള ആളുകളെയെല്ലാം ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ എന്ന തലത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നു, ഹോർഡിങ്ങുകൾ വെക്കുന്നു, PR ക്യാമ്പയിനുകൾ നടത്തുന്നു, റീൽസ് ഇറക്കുന്നു. അങ്ങനെ ടീം UDF എന്നൊരു വശത്ത് നിന്ന് പറയുകയും ഇതെല്ലാം എൻ്റെ കഴിവാണ് എന്ന തരത്തിൽ ഇദ്ദേഹം PR ഏജൻസികളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്ന വളരെ നാണംകെട്ട, വളരെ അനാരോഗ്യകരമായ ഒരു പ്രവണതയ്ക്കാണ് ഇവിടെ വഴി തുറന്നിരിക്കുന്നത്. അന്നേരം അതിലെല്ലാം ഉപരി ഇദ്ദേഹം യാതൊരു കാരണവശാലും ആകരുത് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം, പിണറായിയുടെ തുടർഭരണമായിരിക്കും VD സതീശൻ വന്നാൽ ഉണ്ടാവുക. പിണറായി വിജയൻ നടത്തിയ സകല കള്ളക്കമ്മിട്ടങ്ങൾക്കും തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഈ VD സതീശൻ വരണം. അന്നേരം അതുകൊണ്ട് തന്നെ ഈ VD സതീശൻ വരേണ്ടുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് പിണറായി വിജയന്റെയും സംഘത്തിന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, VD സതീശന് വേണ്ടി PR ക്യാമ്പയിൻ നടത്തുന്നത് പോരാളി ഷാജിമാരാണ്. ഈ VD സതീശന് വേണ്ടി ഇന്ന് അനുകൂലമായ കമന്റുകൾ, ഒരു വാർത്ത വരുമ്പോൾ അതിൻ്റെ താഴെ മുഴുവൻ അനുകൂല കമന്റുകൾ എഴുതി ആദ്യമേ നിറയ്ക്കുന്നത് ഈ പോരാളി ഷാജിമാരടങ്ങുന്ന ഇടതുപക്ഷ ഹാൻഡിലിംഗിലാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടുത്തെ ഒരൊറ്റ മാധ്യമങ്ങൾ പോലും എന്തുകൊണ്ട് ചോദിക്കുന്നില്ല VD സതീശന്റെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് അവർ വിലയിരുത്തുന്നില്ല? ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ആ പരാജിതനായ നേതാവിൻ്റെ ചെയ്തികളെക്കുറിച്ച് എന്തുകൊണ്ട് ഇവിടെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല? 25 വർഷമായി ഇദ്ദേഹം ചെയ്ത നേട്ടങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കുന്നത് എന്താണ്? ഇയാൾ ചാണക്യനാണെന്ന് പറഞ്ഞു. ഇയാൾ എന്ത് തലയിൽ ചാണയുണ്ടെന്നുള്ളതല്ലാതെ എന്ത് ചാണക്യൻ ബുദ്ധിയാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത്? ഈ ആളുകളെ, നേതാക്കന്മാരെ ഒതുക്കുകയും തേൻകണിയിൽപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ ഇയാൾ അഗ്രഗണ്യനാണ് എന്നത് ഉപരിച്ച് ഭരണപരമായ കാര്യങ്ങളിൽ ബിഗ് സീറോ ആണ് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴെങ്കിലും മനസ്സിലായതിൽ നമുക്ക് സന്തോഷിക്കാം. അതുപോലെ VD സതീശൻ എന്തുകൊണ്ട് രാജിയിലേക്ക് പോകുന്നു എന്നതാണ് വളരെയേറെ രസകരം. ഇങ്ങനെ വളരെയേറെ പ്രതീക്ഷയോടെ PR ക്യാമ്പയിനുകൾ നടത്തി സകലരെയും വെട്ടി ഒതുക്കി
PR ക്യാമ്പയിനുകൾ നടത്തി ആ മുഖ്യമന്ത്രി പദം തനിക്ക് ലഭിക്കും എന്ന് കരുതി ഇരുന്ന ആ VD സതീശന് വിജയിച്ചു വരുന്ന MLA-മാരിൽ നല്ലൊരു ഭൂരിഭാഗത്തിൻ്റെയും ആഗ്രഹം യഥാർത്ഥ ലീഡറായ തങ്ങളെ നയിച്ച ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകിയ പിന്നിൽ നിന്ന് സൈലന്റ് നയിച്ച KC വേണുഗോപാൽ വരണമെന്നാണ് ഒരു 90% MLA-മാരുടെയും ആഗ്രഹം. ആ വിജയിച്ചു വരുന്ന MLA-മാർ KCയെ പിന്തുണയ്ക്കുമെന്ന് VD സതീശൻ നന്നായി മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കേൾക്കുന്നത് പോലെയുള്ള കുതിരക്കച്ചവടത്തിന് ഇവന്മാർ ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ പേര് പറയണം, എനിക്ക് വേണ്ടി സംസാരിക്കണം, എനിക്ക് വേണ്ടി നിൽക്കണമെന്നും പറഞ്ഞ് VD സതീശൻ്റെ ആളുകൾ ഓരോ ജയിക്കുവാൻ സാധ്യതയുള്ള MLA-മാരെയും കണ്ട് കോടികൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന കുതിരക്കച്ചവടത്തിൻ്റെ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, ഈ നരാധമൻ എങ്ങോട്ടാണ് കേരള രാഷ്ട്രത്തെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ MLA-മാരെ തന്നോട് ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും തങ്ങൾക്ക് അവസരം തന്ന, തങ്ങളെ നയിച്ച, ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടുന്ന ഫണ്ട് ഇറക്കി തന്ന KC വേണുഗോപാലിനെ എങ്ങനെയും സഹായിക്കണം, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന ആഗ്രഹത്തിലാണ് MLA-മാർ. ഇത് സതീശനുണ്ടാക്കിയ ഞെട്ടൽ കുറച്ചൊന്നുമല്ല. ഒരു സൈഡിൽ കൂടി PR ഏജൻസികളെ വെച്ച് മാധ്യമങ്ങളെല്ലാം കയ്യിലെടുത്ത് ഇദ്ദേഹം ഒരു ഫേക്ക് സർവേ നടത്തി. ഒന്ന് ഓർക്കുക, ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളിൽ എക്സിറ്റ് പോൾ, പ്രീ പോൾ എല്ലാം നടത്തിയിട്ടും ഒരു സ്ഥലങ്ങളിൽ പോലും മുഖ്യമന്ത്രി ആരാകുമെന്ന സർവേ നടത്തിയില്ല. എന്നാൽ കേരളത്തിൽ ഈ VD സതീശന്റെ അച്ചാരം പറ്റുന്ന ചില മാധ്യമങ്ങൾ ഇവിടെ ഒരു പ്രത്യേക എക്സിറ്റ് പോൾ മത്സരം നടത്തി ആരാകും മുഖ്യമന്ത്രി എന്ന്. അതിൽ 91% ജനങ്ങളും പറഞ്ഞിരിക്കുന്നത് VD സതീശനാകണമെന്നാണ്. ഓർക്കുക, എന്ത് ഉടായ്പാണെന്ന് നോക്കുക. ഈ VD സതീശൻ പണം കൊടുത്ത് മനോരമയുടെ കയ്യിൽ നിന്നും ന്യൂസ് മേക്കർ അവാർഡ് വാങ്ങി, ഇതുപോലെ പ്രീ പോളിലും എക്സിറ്റ് പോളിലും VD സതീശനാണ് സാധ്യത എന്ന തരത്തിലുള്ള ക്യാമ്പയിനുകൾ പടച്ചുവിടുന്നു. ഇങ്ങനെ ഈ അവസാന ലാപ്പിൽ എല്ലാം തൻ്റെ കയ്യിലാക്കി എന്ന് കരുതിയിരുന്ന ഈ VD സതീശന് ഇപ്പോൾ ഇയാൾ മുൻപ് പറഞ്ഞിരിക്കുന്നത് പോലെ ബിറ്റ്വീൻ ദ ലിപ്പ് ആൻഡ് കപ്പ് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ ഇത്തവണയും ഇയാൾക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ VD സതീശൻ ചെയ്ത പരിപാടി നോക്കുക. K. സുധാകരനും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒന്നിച്ചു KCയെ എതിർക്കുമെന്ന തരത്തിൽ ഒരു നറേറ്റീവ് ഉണ്ടാക്കി PR ക്യാമ്പയിൻ നടത്തി. ഇവരുടെ പണം പറ്റുന്ന മാധ്യമങ്ങൾ അതൊരു വാർത്തയാക്കി. രമേശ് ചെന്നിത്തലയും VD സതീശനും ഒന്നിച്ചു നിൽക്കും, KCയെ ഇവിടെ കാലുകുത്തിക്കത്തില്ല, അപ്രകാരം വന്നാൽ രണ്ടുപേരും രാജിവെച്ച് KCയെ എതിർക്കും എന്ന തരത്തിലുള്ള നറേറ്റീവുകൾ ഉണ്ടാക്കി. അതെല്ലാം ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം VD സതീശന്റെ ക്യാമ്പയിൻ ആയിരുന്നു എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയും കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരവും VD സതീശനല്ലാതെ മറ്റാരും വന്നാലും കുഴപ്പമില്ല എന്ന തരത്തിലേക്ക് വരുമ്പോൾ സാധ്യത ഇപ്പോൾ ഏറ്റവും കൂടി വരുന്നത് KC വേണുഗോപാലിനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. KC വേണുഗോപാൽ വന്നാൽ പറവൂരിൽ താൻ രാജിവെക്കും, ആ KC വേണുഗോപാലിനോട് പറവൂരിൽ വന്ന് മത്സരിക്കാൻ ഇയാൾ ആവശ്യപ്പെടും എന്നാണ് VD സതീശന്റെ പക്ഷം പറയുന്നത്. അപ്രകാരം ഒരു ക്യാമ്പയിൻ അവർ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് VD സതീശൻ അപ്രകാരം ഒരു വെല്ലുവിളി നടത്തിയാൽ ആ നിമിഷം രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിലേക്ക് ഉടൻ തന്നെ തിരികെ എടുക്കും എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ സകല ആരോപണങ്ങളും പൊളിഞ്ഞു. റേപ്പ് കേസാണ് അദ്ദേഹത്തിനെതിരെ വിക്ടിംസ് ആരോപിച്ചിരുന്നത്. കോടതി പ്രഥമ ദൃഷ്ട്യാ തന്നെ ആ റേപ്പ് കേസ് നിൽക്കത്തില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. പരാതിക്കാർ സുപ്രീം കോടതി വരെ പോയി, പക്ഷേ ആ കേസ് പോലും അവരത് പരിഗണിച്ചില്ല. അങ്ങനെ കോടതിയിൽ നാണം കെട്ട് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ രാഹുലിനെതിരെ നിലവിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഉടനെ പാർട്ടിയിലേക്ക് തിരികെ എടുക്കുവാൻ സാധ്യതയുണ്ട്. അപ്രകാരം പാർട്ടിയിലേക്ക് തിരികെ വരുന്ന പക്ഷം പറവൂരിൽ VD സതീശൻ ഇപ്രകാരം ഒരു കണ്ണന്തിരിവ് കാണിച്ചാൽ ആ പറവൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. രാഹുലിനെ ദ്രോഹിച്ച ആ VD സതീശന്റെ ഒരു പണി കൊടുക്കുവാൻ ജനങ്ങൾ ലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ്. ജനലക്ഷങ്ങൾ ഒന്നടങ്കം പറഞ്ഞിരുന്നു, നിങ്ങൾ
പാലക്കാട്ടോ പറവൂരിലോ മത്സരിക്കാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ പാർട്ടിയെ സ്നേഹിക്കുന്ന രാഹുൽ അത് മത്സരിച്ചില്ല. അദ്ദേഹം ഒരു അനുസരണയുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പോലും അദ്ദേഹം ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഞാൻ വിചാരിക്കാതെ എന്നെ ആ പാർട്ടിയിൽ നിന്നും ആർക്കും പുറത്താക്കാൻ സാധിക്കത്തില്ല, എൻ്റെ മനസ്സിൽ നിന്നും ആർക്കും ആ പാർട്ടിയെ നീക്കം ചെയ്യാൻ ആവില്ല എന്ന ആ പ്രഖ്യാപനവുമായി അദ്ദേഹം വളരെ വിനീതനായി നിന്നു. അതുപോലെ അവസാന സമയത്ത് ഈ വി.ഡി. സതീശൻ PR ഷോയുമായി നടന്നപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കിയ ആ വീഡിയോകളും ആ പോസ്റ്റുകളും ഒക്കെ പാർട്ടിക്ക് ചില്ലറ ഗുണമല്ല ഉണ്ടാക്കിയത് എന്ന് ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വി.ഡി. സതീശൻ ഇപ്രകാരം ഒരു കന്നന്തിരിവ് നടത്തുകയാൽ, ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തിയാൽ ആ നിമിഷം രാഹുൽ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഈ കുഴിപ്പുളവൻ സകലരെയും വെട്ടിയൊതുക്കിയ ഈ ഒതുക്കീശൻ, സകല മാനിപ്പുലേഷനും നടത്തിയ ഈ സോഷ്യോപാത്ത് അവസാനം ഒരു വനവാസത്തിന് ഇയാൾ സ്വയം പോകേണ്ടുന്ന ഒരു അവസ്ഥ ഇയാൾ തന്നെ ഉണ്ടാക്കുന്ന സാധ്യതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, വേറെ ആരായാലും കുഴപ്പമില്ല, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ച, ഈ പ്രസ്ഥാനത്തിൻ്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടുതൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഈ ഏകാധിപതിയായ ഈ വി.ഡി. സതീശൻ യാതൊരു കാരണവശാലും ആ സ്ഥാനത്തേക്ക് വരരുതെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ജനങ്ങളുടെ ആഗ്രഹമാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി പണി കിട്ടാതിരിക്കുവാൻ വേണ്ടി നമുക്കറിയാം KPCC മീഡിയ സെൽ അഴിച്ചുപണിഞ്ഞ് ഇയാളുടെ വലങ്കയ്യായ, ഇയാളുടെ പെട്ടിച്ചുമുപ്പുകാരനായ ഹൈബി ഈഡന് ആ പദവി കൊടുത്തു. ഹൈബി ഈഡനും കുറേ പെണ്ണുങ്ങളും ഒക്കെ നമുക്കറിയാം, ഒരു വക്കീലും ഒക്കെ കൂടെ ചേർന്ന് വി.ഡി. സതീശന് വേണ്ടി പകലില്ലാതെ ഓവർ ടൈം പണിയെടുക്കുകയായിരുന്നു. അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ തന്നെ KPCC ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ച ഈ ഹൈബി ഈഡന് പണി കിട്ടുമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ഇപ്പോൾ രാജിവെപ്പിച്ചിരിക്കുകയാണ്. അതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞാൽ സണ്ണി ജോസഫ് മറ്റ് പദവികളിലേക്ക് മാറുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ KPCC അധ്യക്ഷ പദവിയിലേക്ക് റോജി ജോൺ ഒരു കാരണവശാലും വരരുത്. ആ പദവിയിലേക്ക് തൻ്റെ വിശ്വസ്തനായ, തൻ്റെ വലങ്കയ്യായ ഹൈബി ഈഡനെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു നീക്കം നടത്തുന്നതെന്നും വിവരമുണ്ട്. അങ്ങനെ ഹൈബിയെ KPCC അധ്യക്ഷനായും തനിക്ക് ആ മുഖ്യമന്ത്രി കസേരയിലും ഇരുന്നു കഴിഞ്ഞാൽ സകല കള്ളക്കമ്മട്ടകളും തുടരാമെന്ന പ്രതീക്ഷയിലാണ് വി.ഡി. സതീശൻ. പക്ഷേ ദേശീയ നേതൃത്വം ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇതിനെ അനുവദിക്കത്തില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.